ഹരേ കൃഷ്ണ. ഞാനിപ്പോൾ പോകുന്നത് ഗുരുവായൂരിക്കാണ് കേട്ടോ. ഏകദേശം രാവിലെ ഒരു 5:45 KSRTC ബസ്സിലാണ് കേട്ടോ യാത്ര. ഇത് വാവതേ തണുത്ത് നല്ല ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ തണുപ്പ് കാറ്റധികം അടിക്കേണ്ടത് ഞാൻ ഷാളിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചത് ആളെ കേട്ടോ. അപ്പം ഇന്ന് ഗുരുവായൂർ പോയപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. കുറച്ച് ദിവസമായിട്ട് എനിക്കിങ്ങനെ ഗുരുവായൂർ പോകണം എന്നുള്ളൊരു ഇങ്ങനെ ഒരു മിടിപ്പ് വരുന്നുണ്ട്. എന്താണെന്ന് ഇടയ്ക്ക് അങ്ങനെ പോകണമെന്ന് വിചാരിച്ച് എനിക്ക് അപ്പം പോകണം. വല്ലാത്തൊരു ഫീലിങ്സും അസ്വസ്ഥതയൊക്കെയോ എനിക്ക് അപ്പം എനിക്ക് എങ്ങനെയെങ്കിലും പോയേ പറ്റുക. അപ്പം ഞാൻ ആഗ്രഹിക്കുമ്പോൾ തീരെ നമുക്ക് ചില സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെങ്കിൽ പോലും ഞാൻ ആഗ്രഹിച്ച് എനിക്ക് അവിടെ എത്താൻ കഴിയാറുണ്ട് കേട്ടോ. അപ്പം ഇത് ഏതാണ് ദിവസം എന്ന് വെച്ചാൽ ഗുരുവായൂർ ഏകാദശിയില്ലേ, അതിൻ്റെ തലേന്ന് തൊട്ടേ തുടങ്ങിയിട്ട് എനിക്കൊന്ന് പോകണം ഭഗവാനെ. പക്ഷേ എങ്ങനെയാണ് പറ്റുക? ആരും ഇല്ലല്ലോ. ഇപ്പം അങ്ങനെ പോകാൻ പറ്റിയൊരു സിറ്റുവേഷനിൽ എന്താ ചെയ്യുക? നമ്മൾ ഫാമിലി പരമായിട്ട് കുറേ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കണമല്ലോ. പെട്ടെന്ന് കണ്ട് ഓടി പാഞ്ഞ് പോകാനും പറ്റില്ല. കുട്ടികളും എല്ലാ കാര്യം ഉണ്ടാകുമ്പോൾ കുറച്ച് ദൂരമില്ലേ. അപ്പോഴാണ് ഞാൻ എൻ്റെ അനിയനെ വിളിച്ച്. വെറുതെ അവൻ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം, കാരണം ഇപ്പോൾ തിരക്കായതുകൊണ്ട് ഗുരുവായൂർ ഏകദേശമല്ലേ. അപ്പോൾ ഞാൻ തലേന്ന് വിളിച്ചിട്ടാ നികിയെ ഒന്ന് ഗുരുവായൂരിക്ക് വരും എൻ്റെ കൂടെ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛൻ ഒരു തവണ പോയിട്ടുമ്പോൾ അന്ന് ചിത്താട്ടനൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ ഹസ്ബൻഡും എൻ്റെ അനിയനും മോനും ഒക്കെ കൂടി ഞങ്ങൾ പോയത്. വരി നിന്നിട്ട് എവിടെയോ ഒന്ന് തീരെ നമുക്ക് പറ്റുന്നില്ല. പിന്നെ അവസാനം മോൻ കരയാനൊക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വരിയിൽ നിന്ന് ഇറങ്ങി. അത്രയും തൊഴാൻ പറ്റിയില്ലായിരുന്നു, അങ്ങനെ തിരക്കായിരുന്നു. അപ്പോൾ എനിക്ക് അറിഞ്ഞതല്ലേ. പിന്നെ ഇപ്പോൾ ചെറിയ വാവയും കൂടി ഉണ്ട്, അപ്പോൾ എങ്ങനെ പോകാനാന്ന് പറഞ്ഞു. ഞാൻ ഒക്കെ അറിയണം, എന്നാലും വെറുതെ മനസ്സിനത് തോന്നിയപ്പോൾ ചോദിച്ചാൽ പറഞ്ഞു പിന്നെ നമുക്ക് പോകാൻ ഞാൻ വരണ്ട് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ സൈഡിലേക്ക് ഒരു സമാധാനക്കേട്. അപ്പോൾ ചിത്തോടനോടാണ് ചിത്തേട്ടൻ പറഞ്ഞ് ഇവിടെയൊക്കെ അമ്പലത്തിൽ. ഞാൻ പറഞ്ഞു അവിടെ അടുത്ത് കൃഷ്ണൻ്റെ അമ്പലമൊക്കെ പോയി, എന്നാലും എനിക്ക് ഗുരുവായൂർ പോകണം. ഏട്ടൻ പറഞ്ഞ് അമ്പക്ക് പോവാം, പിന്നെ സമയം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച്. അപ്പോൾ പിന്നെ എനിക്ക് രാത്രിയായിട്ട് ഓർക്കണില്ല. അപ്പോൾ രാത്രി ആയിട്ട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഏട്ടാ ഗുരുവായൂർ ഏകദേശിൻ്റെ തലേന്നൊക്കെയല്ലേ ആൾക്കാരവിടെ ഒന്ന് റൂം എടുത്ത് 2 ദിവസം മുന്നേ ഒക്കെ വരുമല്ലോ തൊഴുത്. ഇപ്പോൾ ആൾക്കാരൊക്കെ ഏകദേശമൊക്കെ തൊഴുത് പോയിണ്ടാവില്ലേ. അപ്പോൾ പിറ്റേ ദിവസം ഏകദേശം കഴിഞ്ഞ് പിറ്റേ ദിവസം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നാളെ പോട്ടെ എന്ന് ചോദിച്ചു ഏട്ടനോട്. ഏകദേശം അന്ന് രാത്രി ഞാൻ സംസാരിക്കുകയാണേ. അപ്പോൾ പോട്ടെ വെച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞ് പോകണം, അന്നും തിരക്കുണ്ടില്ല. അപ്പോൾ ആൾക്കാരൊക്കെ തൊഴുത് പോയിട്ട് അവൻ്റെ മനസ്സ് പറയണ്. എനിക്ക് അങ്ങനെ പോകണ സമയത്തൊക്കെ നല്ല നല്ല രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്ര ആഗ്രഹിച്ച് പോകണം കേട്ടോ, എപ്പോഴും എന്നല്ല. അങ്ങനെ ഏട്ടൻ സമ്മതിച്ചു, അന്നായിക്കോട്ടെ എൻ്റെ ധൈര്യം പോലെ ചെയ്യുക, ആരാ ഉണ്ടാവുക എന്ന് ചോദിച്ച്. അപ്പോൾ നികിക്കാണെങ്കിൽ അന്ന് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അവൻ്റേതായ ജോലി കുറച്ച് എൻഗേജ്ഡ് ആയിരുന്നു അവൻ. അപ്പോൾ ഞാൻ എൻ്റെ അമ്മനോട് ചോദിച്ചപ്പോൾ അമ്മ പോവാം, ഞാൻ വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ മേമനെ വിളിച്ചു, അമ്മയുടെ അനിയത്തി. അപ്പോൾ മേമ അതേപോലെ പോകാനായിട്ട് ഒരു വഴിപാടായിട്ട് നിൽക്കണ്ടായിരുന്നു. മേമ പറഞ്ഞ് കേട്ടപാടാ ഞാൻ വരാറുണ്ട്. അപ്പോൾ ബസ്സിൻ്റെ ടൈമൊക്കെ അന്വേഷിച്ചപ്പോൾ 5:45 ഒരു KSRTC ബസ് ഉണ്ട് നാട്ടിൽ നിന്ന് കേട്ടിട്ടാ, ഞങ്ങൾ പരപ്പനങ്ങാടിയിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ രാവിലെ വീടിൻ്റെ അവിടെ കുറച്ചങ്ങോട്ട് നടന്നാൽ മതി, നമുക്ക് മുന്നിൽ തന്നെ ബസ് കറങ്ങി. ബസ് അവിടെ നിർത്തൂലേന്ന് പേടിയായിട്ട് ഞങ്ങൾ പരപ്പനങ്ങാടി സ്റ്റാൻഡിലേക്ക് ഓട്ടോ വിളിച്ചാട്ടോ പോയത്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവിടെ 5:45 ബസ് എത്തിയില്ലായിരുന്നു കേട്ടോ. 5:30 എങ്ങാണ്ട് എത്തി. ഞങ്ങളവിടെ ബസ് എത്തിയില്ല. അപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർ സ്ഥിരം പോകണ ആൾ, അവർ പറഞ്ഞ് ഭയങ്കര തിരക്കാവും മോളെ, സമയം സീറ്റ് തന്നെ ഉണ്ടാവില്ല, ഇവർ സമയത്തിന് വരില്ല, അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ പേടി, ഈശ്വര കുട്ടീനെയും വെച്ചിട്ട് സീറ്റിൽ എന്താ ചെയ്യുക, എത്ര ദൂരം നിൽക്കേണ്ടി വരും ഭഗവാനെ പേടിച്ച്. അപ്പോൾ ഞാൻ വേറൊരു ചേട്ടനോട് നിങ്ങൾ സ്ഥിരം പോകണം. ഞാൻ സ്ഥിരം ഈ ബസ്സിലാണ് പോവുക, സീറ്റ് കുറവാണ്, സീറ്റ് ഉണ്ടാവില്ല, ഭയങ്കര തിരക്ക് തന്നെയാണ് ഉണ്ടാവുക പറഞ്ഞ്. എനിക്ക് ആകെ ബേജാറായിട്ടോ. അങ്ങനെ ബസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞ് തിരക്കാണ്, വീട്ടിൽ ഞാൻ തിരിച്ച് പോവാം, പിന്നെ 10 മണിക്കൊരു ബസ്സുണ്ട്, അതിന് പോകാമെന്നുള്ള രീതിയിലായി ഞങ്ങളുടെ തീരുമാനം. എനിക്ക് ടെൻഷനായി, സീറ്റില്ലെങ്കിൽ കഴിയൂലല്ലോ, കുഞ്ഞാവ കുറച്ച് കഴിഞ്ഞാൽ കാര്യമൊക്കെ ചെയ്യും. അപ്പോൾ ബസ് വന്നപ്പോൾ ബസ്സിൽ കുറേ സീറ്റ് ഉണ്ടായിരുന്നു, കുറേ സീറ്റല്ല എന്നാലും ഞങ്ങൾ ഇരുന്നിട്ട് ബാക്കില്ല. അപ്പോൾ ഞാൻ താങ്ക് യു കേട്ടോ കണ്ണാന്ന് പറഞ്ഞു, മനസ്സുകൊണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമൊക്കെ, അതൊക്കെ വലിയൊരു ഫീലായിട്ടോ. എന്നിട്ട് ഞങ്ങൾ ബസ് ഇറങ്ങി അവിടെ എത്തിയപ്പോഴേക്ക് വേഗം ഓടിപ്പോയി തൊഴണം എന്നായി. കാരണം ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ആൾക്കാർ ഇങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആൾക്കാരൊക്കെ തൊഴുത് പോകുമ്പോൾ നമുക്ക് വേഗം പോയി തൊഴുക എന്ന് പറഞ്ഞ്. ഞങ്ങളധികം അവിടെ എത്തിക്കഴിഞ്ഞാൽ രാവിലെ ചായ നമുക്കറിയില്ല, പ്രസാദം കഴിച്ചതിൻ്റെ ശേഷമൊക്കെയാണ് വരി നിൽക്കാറ്, കാരണം നേരം വൈകുന്ന ദിവസങ്ങൾ കേട്ടോ. 8 മണിയാകുമ്പോൾ അവിടെ എത്തിയത്. അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട നമുക്ക് ചായ കുടിച്ചിട്ട് പോകാം. അപ്പോൾ എനിക്ക് ചായ കുടിക്കണമെന്നില്ല, എന്നാലും നമ്മൾ കൂടെ നിൽക്കണവരെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ലൈറ്റായിട്ടൊരു മോനൊക്കെ ദോശ ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ ചായ കുടിച്ച് എന്നിട്ട് വേഗം ഓടുക കേട്ടോ. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു ഞാൻ ക്ലോക്ക് റൂമിൽ കയറിയിട്ട് നമ്മളെ ലഗേജും കാര്യമൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ വെക്കാം, ഹാൻഡ് ബാഗും ഫോണൊക്കെ, നിങ്ങൾ പോയി വരി നിൽക്കുക അമ്മേനെയും മേമേനെയും വിട്ട്. ഞാൻ അവിടെ എത്തുമ്പോൾ ഇവർ തിരിഞ്ഞ് കളിക്കുന്നത്. അപ്പോൾ എന്താ വരിയൊന്നും കാണാനില്ല എന്ന് വെച്ചാൽ നമ്മളാ നിൽക്കുന്ന കമ്പീൻ്റെ ആ കൂടില്ലേ, അതൊക്കെ ആരുമില്ല അതിൽ. അപ്പോൾ ചേച്ചി എന്താ ആരുമില്ല, തുഴഞ്ഞ് നേരിട്ട് വിളിക്കൂടെ. ഞാൻ സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടല്ലോ അവിടെ, മൂപ്പരോട് പോയി ചോദിച്ച് ഇതെന്താ സാറേ വരി. അപ്പം നിങ്ങൾക്ക് അറിയില്ല ഏകാദശി കഴിഞ്ഞ് ദ്വാദശിയല്ലേ, ഇന്ന് ദർശന സമയമൊക്കെ കഴിഞ്ഞ് ഇനി വൈകിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് ഇത് അറിയില്ലായിരുന്നു. നമുക്ക് എന്താ വെച്ചാൽ സത്യാന ഗുരുവായൂർ ഏകദേശിൻ്റെ കണ്ണനെ കാണണം, ആഗ്രഹിക്കുമ്പോഴൊക്കെ വന്ന് കാണാറുണ്ട് ഇങ്ങനെ.
അതിന് മുന്നേ ജിത്തോട്ട രാത്രി പറഞ്ഞിട്ടാ അവിടെ എപ്പോഴും അടച്ചിടും, എപ്പോഴാന്ന് എനിക്ക് ഓർമ്മയില്ല, വൈകിട്ടാണോ എന്നുള്ളൊരു ഡൗട്ട് പറഞ്ഞിരുന്നു. പിന്നെ അതിന് മുന്നേ ഏട്ടയ്ക്കൊരു വീഡിയോ, അതായത് സമയം മാറി വരെ അയച്ചിട്ടൊരു വീഡിയോ അയച്ചു. ഞാനത് ശ്രദ്ധിച്ചതുപോലെ പുലർച്ചയ്ക്ക് നമ്മൾ എണീറ്റ് പോയതല്ലേ. അപ്പം അതായത് ദർശനം അപ്പം രാവിലെ പോയാൽ കിട്ടൂല എന്നുള്ള രീതിയിലുള്ള വീഡിയോ ആണ് ഏട്ടൻ അയച്ചിട്ടത്. അപ്പോൾ സാറ് പറഞ്ഞു ഇനി 4 മണിക്ക് ദർശന സമയം എന്ന് പറഞ്ഞത്, അതുവരെ നമ്മളവിടെ നിൽക്കണം. അതിനുള്ള ക്യൂ ഇപ്പം തന്നെ പോയി നിൽക്കുക വെച്ചാലോ, അവർ പറഞ്ഞ് 2 മണിയൊക്കെ ആവും ക്യൂ നിൽക്കണം. അപ്പോൾ എന്താ ചെയ്യുക? അപ്പം ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് സമയം ഒപ്പിക്കാമെന്ന് കരുതി. അമ്പാടി ഇപ്പോഴും പാല് കുടിച്ച, അമ്പാടി പാല് കുടിച്ച് കഴിഞ്ഞില്ല. നോക്കിയട്ടെ ബേബിലൊക്കെ കുമ്പ നഞ്ഞോ ബേബിച്ച്, കുമ്പ നഞ്ഞടാ. സമയം 11:10. നമ്മൾ ദർശന സമയം എപ്പോഴാണ് പറഞ്ഞത്? 3:30 ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വെയിറ്റിംഗ്. സമയം 12:45. ഇനി എത്ര മണിയാണമ്മ? 3 മണി, 2 മണി വരെ എങ്ങനെ ഇരിക്കാം. അമ്പാടി ദേ ഓരോ പണിയിലും ക്ലീനിങ്ങിലാണ്. അമ്പാടി എങ്ങോട്ടാ? ദേശക്കാരനായോ ഇതിലൊക്കെ കൂടെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ കുഞ്ഞാനായിട്ട് അവിടെ ഇങ്ങനെ കളിച്ചിങ്ങനെ നടക്കുന്നു, കടകളിലും ഓരോന്നിലൊക്കെ കയറിയിട്ട്. അപ്പോൾ ഞാൻ അയച്ചു, കണ്ണാ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് കാണാൻ പറ്റൂലേ ഭഗവാനെ, ഈ ഞങ്ങളെ കാണുന്നുണ്ടോ കണ്ണാ? കാണണ്ടെങ്കിൽ കണ്ണൻ ആരെങ്കിലും ഒരാളിൻ്റെ ഭാവിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മീൻസ് എന്തെങ്കിലും ഒരു സ്വീറ്റ്സോ എന്തെങ്കിലും ഒന്ന് കൊടുത്തെങ്കിൽ കണ്ണാ നീ ഞങ്ങളെ ഞങ്ങളെ കാണ്ട് നിൽക്കൊരു ഇതിന് വേണ്ടിയിട്ട് വെറുതെ നമ്മളിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുമല്ലോ. എനിക്ക് അങ്ങനെയൊക്കെ ആട്ടോ, ഞാൻ അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരാളാണ്. അങ്ങനെ ചിന്തിച്ച് ഞാൻ വാവനായിട്ട് ഇങ്ങനെ കളിച്ച് നടക്കുക. അപ്പം ആ മുന്നിൽ ആ ഭാഗത്തേക്ക് വാവ അങ്ങനെ പോയപ്പോൾ കമ്പീൻ്റെ അവിടെ അങ്ങനെ നിൽക്കുമല്ലോ. അപ്പോൾ അവിടെയുള്ള സെക്യൂരിറ്റി ചേട്ടൻ പോലീസ് ഇങ്ങനെ വാവനോട് വർത്താനൊക്കെ പറഞ്ഞിട്ട് അവനൊരു 4-5 പഴം എടുത്ത് തന്നു, കദളിപ്പഴം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ, എനിക്കെന്തോ വെച്ചാൽ ഭയങ്കര സന്തോഷം. അപ്പം ഞാനത് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്, അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ടാ. അമ്പാടി ഞാൻ ആഗ്രഹിച്ച് നിൻ്റെ കുഞ്ഞോന് ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നു. കുഞ്ഞോ അമ്പാടി ഇതാ വേണോ പറഞ്ഞല്ലേ, കുഞ്ഞിന് ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നു. ഇതാ കുഞ്ഞിന് ബനാന. അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അപ്പോഴേക്ക് കണ്ണ ഭയങ്കര സന്തോഷമായി. കണ്ണ ഞങ്ങളെ പുറത്തുണ്ടെന്ന് അറിയുന്നുണ്ടല്ലോ എന്നുള്ളൊരു എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനാണ് കേട്ടോ അത്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അമ്മേനോട് പറഞ്ഞ് 2 മണിയൊക്കെ ആവില്ല അമ്മ വരി നിൽക്കുക, ആളും കുറവാട്ടോ. അപ്പോൾ പറഞ്ഞ ഒരു 11:30 നമുക്ക് ചോറിന് വരി നിന്നിട്ട് വേഗം ചോറ് കഴിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നമുക്ക് ലൈനിൽ ക്യൂവിൽ നിൽക്കുക, തൊഴാനുള്ള ക്യൂ അപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ അമ്മ ഉണ്ട് പെട്ടെന്ന് ഞാൻ വാവനായിട്ട് നടക്കുക. ഫീഡിങ് റൂമിലൊക്കെ പോയിരുമ്പോൾ അമ്മ വരുന്നു. അച്ചു ഇങ്ങനെ ഒരു ചേച്ചി പറഞ്ഞു ഓരൊക്കെ ഭക്ഷണം നേരത്തെ തൊട്ടേ രാവിലെ തൊട്ടേ ദ്വാദശിയുടെ അന്ന്, അതായത് ഏകദേശം കഴിഞ്ഞ് രാവിലെ തൊട്ടേ ചോറാണ് അവിടെ പ്രസാദമായിട്ട് കൊടുക്കുന്നത്, രാവിലത്തെ ഇതൊന്നുമല്ല. അപ്പോൾ അതിപ്പോൾ കഴിയുമല്ലോ, 10 മണിയൊക്കെ ആകുമ്പോൾ അടയ്ക്കുന്ന പറഞ്ഞു, ഇനി ഭക്ഷണം കിട്ടുമോ അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ കുട്ടികളിങ്ങനെ കുറച്ചിങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ മുഷിച്ചിൽ തുടങ്ങുമല്ലോ. ഏകദേശം രാവിലെ ഞങ്ങൾ വന്നൊരു 10-11 മണിയപ്പോൾ. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഞങ്ങൾ ഇനി പുറത്തുനിന്ന് തൊഴുതുമ്പോൾ പോവാന്നുള്ളൊരു തീരുമാനത്തിൽ അപ്പം എത്തിയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചേച്ചി ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നാൽ ഭഗവാന്റെ പ്രസാദമെങ്കിലും കഴിച്ചിട്ട് എന്നാൽ പോവാന്നുള്ള രീതിയിൽ ഞങ്ങൾ പ്രസാദം കഴിക്കുന്നിടത്തേക്ക് പോയപ്പോൾ അവിടെ വരിയില്ല. അപ്പം എന്താണ് ആൾക്കാരൊക്കെ കൂടെ അങ്ങനെ കൂട്ടായി നിൽക്കാം. ഏകദേശം ഭക്ഷണം ഇതൊക്കെ കഴിഞ്ഞ് അവിടെ അടയ്ക്കാറായിട്ടുണ്ട്. അപ്പോൾ ഒരു പറഞ്ഞ് കുറേ മുന്നേ ആൾക്കാർ വന്ന് പരന്നിങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരു പറഞ്ഞ് ഇതിപ്പോൾ തുറക്കുമ്പോൾ ഓടിപ്പോയി കയറാൻ കിട്ടുന്നവർക്ക് അങ്ങനത്തെ ഒരു രീതിയിലായി. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റല്ല നമുക്ക് കിട്ടുമോ എന്തോ ഉറപ്പില്ല. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ വരിയിലൊക്കെ ഈ വാവനായിട്ട് അവിടെ നിന്നോ, കാരണം വാവ സമ്മതിക്കില്ല. അങ്ങനെ കുഞ്ഞാനായിട്ട് അവിടെയൊക്കെ കളിച്ച് അവനായിട്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഷാൾ ഇങ്ങനെ ഇങ്ങനെ തോളിലിട്ടിട്ട് ഇങ്ങനെ മുണ്ട് ഇങ്ങനെ അടിക്കൂടി ഇങ്ങനെ കുത്തല് നമ്പൂരിമാരെ പോലെ അങ്ങനത്തെ ഒരു ആളെൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ വാവൻ്റെ കൈയൊക്കെ പിടിച്ച് സംസാരിച്ച് ഇങ്ങനെ വാവൻ്റെ ഇങ്ങനെ മുഖലക്ഷണം അവൻ്റെ ചിരിയും കളിയൊക്കെ അതിനെ പറ്റി അങ്ങനെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് എന്നോട് നിങ്ങൾ എവിടുന്നാ തൊഴുതോന്നൊക്കെ ചോദിച്ചു. അപ്പം ഇല്ല രാവിലെ വന്നങ്ങനെ അറിയില്ലായിരുന്നു ദ്വാദശിയാണ് ഇങ്ങനെ ഈ സമയം അടയ്ക്കുന്നു എന്നുള്ളത്, തൊഴാൻ പറ്റിയില്ല, ഇനിയിപ്പം ഞങ്ങൾക്ക് ബസ് കിട്ടുമെന്ന് അറിയില്ല, അപ്പോൾ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്, അപ്പോൾ ഭക്ഷണമെങ്കിൽ പ്രസാദം കഴിച്ചിട്ട് പോകാമെന്നുള്ള രീതിയിലാണെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും ഭഗവാനെ കാണണം വെച്ച് വന്നതല്ലേ, അപ്പോൾ കണ്ട് തൊഴുതിട്ട് പോയാൽ മതി പ്രസാദം കിട്ടുമെന്ന് പറഞ്ഞു.
അപ്പോൾ എനിക്കെന്തോ ഒരാൾ ഒരു വലിയൊരു ജ്ഞാനിയെ പോലെ തോന്നി. അപ്പോൾ എനിക്ക് അവരിങ്ങനെ പറഞ്ഞപ്പോഴേക്ക് ശരി നമുക്ക് തൊഴാൻ പറ്റും, പേടിക്കേണ്ട, ഭഗവാൻ അവിടെ എത്തിച്ച് ഇങ്ങനെ തിരിച്ച് നമ്മൾ സേഫായിട്ട് എത്തിക്കുന്നുള്ളൊരു ഇതിൽ അപ്പം അമ്മ ഉണ്ട് വിളിക്കുന്നു വാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പോയപ്പോൾ വരി മൂവ് ചെയ്യും. അപ്പം ഞങ്ങളെ ഭാഗത്തേക്ക് ആ കയറ് അവർ ലൂസാക്കി തന്നിട്ടോ. അപ്പം ഞങ്ങൾക്ക് വേഗം കയറാൻ പറ്റി, ലൈനിൽ കയറി ഭക്ഷണം പ്രസാദം കഴിക്കാൻ പറ്റിയിട്ടോ. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പ്രസാദം കഴിച്ചു. അപ്പം എന്താ വെച്ചാൽ അന്ന് ലാസ്റ്റ് പന്തിയാണ്. അപ്പോൾ അവർ ചോറ് ഇങ്ങനെ പറയുന്നുണ്ട്, ചോറ് കഴിഞ്ഞു, ഇത് മാത്രമേ ഉള്ളൂ, കറിയും പായസമൊക്കെ ഇഷ്ടംപോലെ കൊടുക്കും, രണ്ടാമതൊക്കെ ഇങ്ങനെ പായസമൊക്കെ വേണോ എന്നിങ്ങനെ ചോദിച്ച് വിളമ്പിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ചോറ് കുറച്ച് അപ്പം ഞാനൊക്കെ ഒരു തവണ വാങ്ങി, അപ്പം തന്നെ വയറ് നിറഞ്ഞു കേട്ടോ. പ്രസാദമല്ല എല്ലാവർക്കും കിട്ടിക്കോട്ടെ എഴുതിയിട്ട് ഒരു തവണ തന്നെ ഞങ്ങൾ വാങ്ങി കഴിച്ച്. അപ്പോൾ സന്തോഷമായൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളോട് പറയുമ്പോൾ തൊഴ അമ്മ, മുമ്പൊക്കെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ബസ്സൊക്കെ കിട്ടുമ്പോൾ പേടിക്കണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഓക്കെ എന്നുള്ള രീതിയിൽ അമ്മയും മേമയൊക്കെ ബസ് അവിടെ ലൈനിൽ നിന്ന് അപ്പം തന്നെ ആൾക്കാർ നിൽക്കൽ തുടങ്ങി. പോയ പിന്നെ തണുട്ടായിട്ട് എടുത്ത് തരില്ല. അയ്യോ അടിച്ചു വരാ. അയ്യോ ടേട്ട അവിടെ അതെ ഞങ്ങളെ ഫീഡിങ് റൂമിൽ കയറിയപ്പോൾ ഒരാളെല്ലാവരും വിളിച്ചിട്ട് ടാറ്റ എടുക്കും. അയ്യോ നീ കണ്ടല്ലോ ഫീഡിങ് റൂം കണ്ടേ. പിന്നെ ഞാൻ വാവേനായിട്ട് ഇങ്ങനെ നടന്ന് ഒപ്പിച്ചു. അപ്പോൾ ഏകദേശം 4 മണിയായപ്പോൾ ഞങ്ങൾ നമ്മളെ ലൈനിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. അങ്ങനെ നേരിട്ട് പോയിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പില്ലേ കയറിയിട്ട് കോണി ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടല്ലേ നമ്മൾ നാലമ്പലത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുക. അവിടെ എത്തിയിട്ടോ. അവിടെ എത്തിയപ്പോൾ ഈ വാവ ഭയങ്കര കരച്ചിലായി. അല്ലെങ്കിൽ ലക്കി ഭയങ്കര അമ്പാടി ഭയങ്കര എല്ലാവരോടും ഞാൻ 2 പേര് വിളിക്കുന്നുണ്ട്, അവനെ ലക്കി അമ്പാടി എന്നൊക്കെ വിളിക്കാറുണ്ട്. അവൻ ഇങ്ങനെ ഭയങ്കര കരച്ചിലെന്ന് വെച്ചാൽ കുട്ടി അത്രയും ടയേർഡായിട്ട് എനിക്ക് സങ്കടം എന്നൊക്കെ കരച്ചിൽ വരിക. അവിടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ എന്തോ പോലെ, കാരണം അങ്ങനെ കുട്ടി കരയുക. അവൻ അങ്ങനെ ബുദ്ധിമുട്ടേ ഉണ്ടാക്കാറില്ല. ഞാൻ തോളിലൊക്കെ ഇങ്ങനെ ഇരുത്തുക ചെയ്യുക. അവൻ അങ്ങനെ കളിച്ച് നിൽക്കുക, ഈ ആൾക്കാരോടൊക്കെ സംസാരിച്ചിട്ട് എന്താണെന്നറിയില്ല. സങ്കടം വന്നിട്ട് ഞാൻ അവിടുത്തെ ഒരു ഏട്ടൻ ഉണ്ടാവില്ല ഇങ്ങനെ അവിടുത്തെ ജോലിക്ക്, അവിടുത്തെ ഏട്ടനോട് ഞാൻ പറഞ്ഞ ഏട്ടാ എന്തെങ്കിലും ഒന്ന് ചെയ്യുമോ എന്ന് വെച്ചിട്ട് സങ്കടം വന്നതുകൊണ്ട് തിരിഞ്ഞ് നിൽക്കി കരച്ചിൽ വന്നു. അപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക, കുട്ടീനെ അമ്മേനെ ഒന്ന് വിട്, അവർ കാണട്ടെ, ഭഗവാനെ പോയി തൊഴട്ടെ, ആ കുട്ടീനെ കണ്ടിൽ എത്രയും വരി നിന്നിട്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ചീത്താണ്. അപ്പോൾ അവർക്കും എന്താ പോലെ അവർ ഓടി മാനേജറെ അടുത്ത് പോയി ചോദിച്ച് വേറെ ഏട്ടനൊക്കെ ഓടി വന്ന് ആ കുട്ടി കരയണം. അങ്ങനെ എന്നെ വാവനെയും പിന്നെ തനുമോനും വന്ന് ഞങ്ങളെ ഇറക്കിയിട്ടോ. അപ്പോൾ ഞാൻ കുറേ മുന്നേ ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ, അതായത് നേരിട്ട് മാനേജർ റൂമിൽ നിന്ന് പെർമിഷൻ വാങ്ങിയിട്ട് ആൾക്കാർ അവരെ കുടുംബക്കാരൊക്കെ ഉള്ള ബന്ധുക്കളൊക്കെ ഇങ്ങനെ കയറുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും കയറാൻ പറ്റിയിരുന്നെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് എന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചപ്പോൾ ഈ കരഞ്ഞ വാവ എന്ത് ചെയ്ത് ഓരെന്നെ വിളിച്ച സമയത്ത് കരച്ചിൽ നിർത്തി. എന്നിട്ട് ആ സെക്യൂരിറ്റി ചേട്ടന്മാർ വാവനെ വാങ്ങി, അവിടുത്തെ ഏട്ടന്മാർ വാന്ന് പറഞ്ഞിട്ട് വാവനെ എടുത്ത് അവനെ കളിപ്പിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് ഇങ്ങോട്ട് വന്ന് പിന്നെ അവർ ഗേറ്റ് അടക്കി, പിന്നെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ആ ഗേറ്റിൻ്റെ അവിടെ നിൽക്കണം ഒരു ഏട്ടൻ. അപ്പം എന്നിട്ട് അവർ വാവനൻ്റെ അടുത്ത് നിന്ന് പോയപ്പോൾ ഞാൻ ഗേറ്റ് അടയ്ക്കുന്ന ആളിത് കണ്ടില്ലല്ലോ, ഞങ്ങളെ സെക്യൂരിറ്റി വിട്ടാണെന്നല്ലോ, ഇനി ഇവർ ചീത്ത അറിയും എനിക്ക് പേടിയായി. അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ വേഗം ഗേറ്റ് വന്നു, വാ കയറി എന്ന് പറഞ്ഞു. എന്തോ നമ്മളെ വിളിച്ച് നല്ല രീതിയിൽ, ചിലവരൊക്കെ ചൂടായിട്ടൊക്കെയാണ് നിൽക്കാറ് കേട്ടോ, ഓരോ അനുഭവമല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഈ കുട്ടിക്ക് കരച്ചിലും ഇല്ല ഇതുമില്ല, ഭയങ്കര ചിരിയും കളിയും കയ്യൊടിക്കുക. അമ്മയൊക്കെ തൊഴുതിട്ട് പറയും മോളിൽ നിന്ന് അവരിങ്ങനെ നോക്കുമ്പോൾ ഇവൻ എന്ത് പണിയാണ് കാണിച്ച ആൾക്കാരൊക്കെ വിചാരിക്കും ഞാൻ നുള്ളിയതാണെന്നൊക്കെ. അങ്ങനെ കളിക്കുക, കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ നല്ല രീതിയിൽ ഭഗവാനെ കണ്ടു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട് കാളിയമർദ്ദനായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ തൊഴാനും പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയിട്ട് വാവ കണ്ണിന് ടാറ്റി ഉമ്മയൊക്കെ കൊടുക്കുന്നത് കണ്ടു. പിന്നെ തൊഴുത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോണ്ട് അവിടുത്തെ ഒരു അമ്മ കേട്ടോ ഇങ്ങനെ തോളിൽ ഇങ്ങനെ സഞ്ചി കെട്ടിട്ട് ഒരു അമ്മൻ്റെ കൈ പിടിച്ചിട്ട് മോളെ ഇവിടെ കണ്ടോ, അതായത് നമ്മൾ തൊഴുത് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ആ ചുമൻ്റെ അവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ സൈഡിൽ, അവിടെ ഒരു ഹോളുണ്ട്. അതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന് കത്തിച്ച വിളക്കിൻ്റെ ഒരു ദീപം മുഴുവനായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം ഇതുവരെ കേട്ടിട്ടില്ല. അപ്പുറത്ത് ഇങ്ങനെ താമരക്കണ്ടുണ്ട്, അവിടെ നമ്മൾ തൊഴും, അതിൻ്റെ കഥകളും ഐതിഹ്യങ്ങളൊക്കെ അറിയാം, ഇതെനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് കാണുന്നില്ല, ഇങ്ങനെ ആടി കളിക്കുക, ഒരു വെളിച്ചത്തിൻ്റെ ഒരു ഇത്. അപ്പുറം ശരിക്കും നോക്കിയപ്പോൾ ശരിക്കും ഒരു ദീപനാളം ഇങ്ങനെ കണ്ടു കേട്ടോ. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം, കാരണം നമുക്കറിയാത്തൊരറിവ് ഒരു അമ്മ പറഞ്ഞു തന്നല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തൊഴുത് കഴിഞ്ഞു. നല്ല രീതിയിൽ അവിടുന്ന് ദർശനമൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടൊക്കെ കിട്ടി. ഞങ്ങൾ ഇറങ്ങി ജസ്റ്റ് ഒരു ചായയും കടിയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ബസ്സിലേക്ക് ബസ് കിട്ടുമെന്ന് അറിയില്ല. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഒരു കറക്റ്റ് ഒരു അരമണിക്കൂർ കഴിഞ്ഞൊരു ബസ്സുണ്ട്. കുറേ ആൾക്കാർ എനിക്ക് പേടി, കോഴിക്കോട് ബസ്സിലേക്ക് ഇടിച്ച് കയറാൻ ആൾക്കാർ നിൽക്കഴിഞ്ഞാൽ സീറ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളതെന്ന് എൻ്റെ ബേജാറ്, കാരണം കുട്ടീനായിട്ട് നിൽക്കേണ്ട കാര്യം ആലോചിച്ചിട്ട് അവൻ കരഞ്ഞ് അവനെ പിടിച്ചാൽ കിട്ടില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴാണ് പറഞ്ഞാൽ അമ്മേൻ്റെ ഫോൺ കാണാനില്ല എന്നാകെ ബേജാറായി. പിന്നെ ഞാൻ വാവേനെയും അമ്മേനെയും മേമേനെയും അവിടെ എടുത്തിട്ട് ഞാനും തൊണ്ണൂട്ടൻ ഓട്ടം ചായ കുടിച്ച ചായക്കടയിൽ പിന്നെ ചെറിയ മിഠായിയൊക്കെ വാങ്ങി വെച്ചിരുന്നു, ആ കടയിൽ കയറി
കയറി. അവിടെ ഇല്ലേ, പിന്നെ അപ്പുറത്ത് ഒരു പൂജ സ്റ്റോളുണ്ട്. അവിടെ പോയപ്പോൾ എന്താ ഈ അമ്മ ചെരുപ്പിടാൻ പോയപ്പോൾ ഫോൺ അവിടെ വെച്ചിരുന്നു. കൂടെ ഭഗവാന്റെ അവിടെ നിന്ന് കിട്ടിയ 2 പഴം ഉണ്ടായിരുന്നു, അത് അവിടെ ഉണ്ട്. ഫോണിങ്ങനെ എൻ്റെ ഫോൺ ഞാൻ കയ്യിൽ വെച്ച് റിങ് ചെയ്തുകൊണ്ടാട്ടോ പോണത്. ആരും എടുക്കണില്ല, എനിക്ക് ടെൻഷൻ. ഫോൺ ആരെങ്കിലും കൊണ്ടുപോയി ഭഗവാൻ ഇനി ഒരു ഫോൺ കിട്ടണമെങ്കിൽ അതും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടല്ലോ നമുക്ക്. അപ്പോഴാണ് ഞാൻ ബെല്ലടിക്കലോ ഒരു ഏട്ടൻ എടുക്കാൻ പോകില്ല കടയത്തെ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇത് നിങ്ങളെ ഫോൺ. അപ്പോൾ ഞാൻ ആ ഏട്ടൻ ഞങ്ങൾ കാണാനായിട്ട് ഓടി വരിക. ഏട്ടൻ പറഞ്ഞു ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ പോകണോണ്ടേ ഫോണുകൾ ഇങ്ങനെ ബെല്ലടിക്കണ്ടേ, ഏതാണെന്ന് അറിയണില്ല, അതാട്ടൻ എടുക്കാൻ ചേർന്ന്. എന്തായാലും ഭയങ്കര സന്തോഷം തന്നെ, ഞങ്ങൾ തിരിച്ചു ഓടി. അമ്മമ്മേൻ്റെ ഫോണ് പോയി. എന്നിട്ട് ഇതാ കിട്ടി ഞങ്ങൾക്ക് അല്ലേ. ഒരു കടയിൽ എത്രയോ ആളുകൾ വന്നു പോകണം. പൂജ സ്റ്റോളിൽ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഭഗവാന് പ്രസാദം വാങ്ങിച്ചിരുന്നു, അതും അവിടെ ഉണ്ട്. മണിക്കണ്ണനോട് പ്രാർത്ഥിച്ചു പോയി, അത് കിട്ടണേ. കിട്ടി, ഇവൻ കൊണ്ട് വെച്ചതാ. ഇവിടെ തന്നെ. പിന്നെ അവിടെ എത്തിയപ്പോൾ തന്നെ ബസ് വന്ന്. അപ്പം അവൻ്റെ ഫോൺ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ ബസ് വന്ന് ഞങ്ങൾ അതിൽ കയറി. സീറ്റൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. എനിക്ക് വാവയെ ഫീഡ് ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് തിരക്കൊന്നുമില്ല, എനിക്ക് ആളുകളുണ്ടാവും, അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴും ഞാൻ ഗുരുവായൂർക്ക് ഞാൻ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ തൊഴുത് നല്ല രീതിയിൽ വീട്ടിലെത്തി. അപ്പോൾ എനിക്ക് ഈ അനുഭവമൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം തോന്നി കേട്ടോ. ഇനി ഒരുപാട് അനുഭവങ്ങളെ എനിക്കുണ്ട്, അങ്ങനെ ഒരുപാടില്ലെങ്കിലും കുറച്ച്. അപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, ഞാൻ പറയാം. കേട്ടോ അങ്ങനെ ഉണ്ണിക്കണ്ണനെ തൊഴുത് ഞങ്ങൾ മടങ്ങുകയാണല്ലേ. കുഞ്ഞ് ക്ഷീണിച്ച് പോയോ അമ്മേൻ്റെ അമ്പാടി? എന്താണ് ക്ഷീണിച്ചോ? ടാറ്റ പറഞ്ഞേ.